നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഇൻ്റഗ്രേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻ്റഗ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസും ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസും ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളതിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞത് അറിയാമോ? കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലിമിറ്റ് ഉണ്ടാവും. ഒരു ഒരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും അല്ലെങ്കിൽ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലേ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മളിങ്ങനെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു കറസ്പോണ്ടിങ് വാല്യൂ എപ്പോഴും കിട്ടും. മനസ്സിലായില്ലേ? അത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുത്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫൈനലായിട്ടൊരു വാല്യൂ കിട്ടും. അതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും തമ്മിലുള്ളൊരു വ്യത്യാസം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. എ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഈസ് ആൻ ഇൻ്റഗ്രൽ ദാറ്റ് കാൽക്കുലേറ്റ് എ ഫിക്സഡ് വാല്യൂ ഫോർ ദ ഏരിയ അണ്ടർ എ കർവ് ബിറ്റ്വീൻ ടു സ്പെസിഫൈഡ് ലിമിറ്റ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഫംഗ്ഷനെ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ, ആ ഫംഗ്ഷൻ ഇപ്പോൾ ഇതാണ് f(x) എന്നിരിക്കട്ടെ. ഇത് എ എന്ന് പറയുന്നൊരു പോയിന്റ്, ഇത് ബി എന്ന് പറയുന്നൊരു പോയിന്റ്. എനിക്ക് എന്ത് വേണം? എനിക്ക് ഈ റീജിയനിലുള്ള ഈ ഒരു കർവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഞാൻ. അപ്പം ഞാൻ എന്താ പറഞ്ഞേ? ഒരു സ്ട്രിപ്പ് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഏരിയനെ എ ടു ബി വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് ടോട്ടലായിട്ട് കർവിൻ്റെ അടിയിലുള്ള ആ ഒരു കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ കിട്ടുമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഓക്കെ, അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ f(x)ൻ്റെ അണ്ടറിലുള്ള ഒരു സിംഗിൾ സ്ട്രിപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? എ ടു ബി എന്ന് പറയുന്ന പോയിന്റ്സിന് ഇടയ്ക്ക് വെച്ചിന് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഏരിയ അണ്ടർ ദ കർവ് വോളിയം ഒക്കെ കണ്ടുപിടിക്കാനാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വെച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പ്രധാനമായിട്ടും ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ പഠിക്കാനുള്ളൊരു കാര്യമാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത്. എന്താണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ്? ഇതിൽ രണ്ട് തിയറങ്ങൾ പറയുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും ചെയ്യാനുള്ളത്. നോക്കാം. ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്താ പറയുന്നത്? ദ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഓൾസോ കാൾഡ് ഫണ്ടമെൻ്റൽ തിയറം പാർട്ട് 1, which states that f(x) is a continuous function on the closed interval a, b, then function f(x) is defined by f(x) is equal to integral a to x f of t dt. വേറൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം പിക്ക് ചെയ്യാം. ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത് എന്താണ്? f(x) എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്? ഇൻ ആൻ ഇന്റർവൽ a to b. അങ്ങനെയാണെങ്കിൽ f(x) is equal to എന്താണ്? ഇന്റഗ്രൽ a to x f of t dt ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. ഓക്കെ, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നോക്കാം, അടുത്ത തിയറം നോക്കിക്കേടാ. സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്താ പറയുന്നത്? if f(x) is continuous on the closed interval a, b, then f(x) is the antiderivative of f(x), then എന്താണ്? ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്? f of b മൈനസ് f of a ആണ്. എന്താ പറഞ്ഞതിനർത്ഥം? നമ്മുടെ ഫംഗ്ഷൻ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലേ, ഇത് എന്താണ്? ഇത് a എന്ന് പറയുന്ന പോയിന്റ്, ഇത് b എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. ഇതെന്താണ്ടാ? ഇത് f of a അല്ലേ? അപ്പോൾ f of a ആണ്, ഇത് f of b യും ആണ്. അപ്പം നമുക്ക് എന്താ? ഇന്റഗ്രൽ a to b f of x, a to b, എയിൽ നിന്ന് ബിയിലോട്ടുള്ള പോയിന്റ് വരെ ഈ f of x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? f of b മൈനസ് f of a ആണ്. കണ്ടോ, f of b കണ്ടോ, ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് b മൈനസ് ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് a, അതാണെന്നാണ് ഈ പറയുന്നത്. അതാണ് സെക്കൻഡ് തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ചെയ്യാനുള്ളത്. ക്ലിയർ? അപ്പോൾ അത് മനസ്സിലായോ? ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ ഇൻ്റഗ്രൽ 2 to 3 x² dx. നോക്കിക്കേടാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ എന്തായിരുന്നു? നമുക്ക് ഇങ്ങനെ ഒരു ലിമിറ്റ് ഒന്നും കണ്ടില്ല അല്ലേ, 2 to 3 ഒന്നും കണ്ടില്ല. നമ്മൾ ചുമ്മാ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ x² dx അങ്ങനെയൊക്കെയാണ് കണ്ടത്. അപ്പം നമുക്ക് ഇങ്ങനെ വന്നാൽ, ഒരു ലിമിറ്റ് വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? നമ്മളെപ്പോഴും ലിമിറ്റ് വരുമ്പോൾ
ഞാൻ പറഞ്ഞില്ലേ ഇൻ്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ f of b മൈനസ് f of a ആണ്. സെക്കൻഡ് തിയറം ഓഫ് കാൽക്കുലസ് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അത് വെച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ലിമിറ്റ് തൽക്കാലം അങ്ങ് മാറ്റി വെച്ചിട്ട് അതിനകത്തുള്ള ഫംഗ്ഷനെ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്താണ്? ലിമിറ്റ് മാറ്റി വെച്ചിട്ട് ഫംഗ്ഷനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടിയ ആൻസറിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യും. അതാണ് നമ്മുടെ റൂൾ. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ പറയുകയാണ് ഇൻ്റഗ്രൽ 2 to 3 x² dx. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ലിമിറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. ഇൻ്റഗ്രൽ x² dx ചെയ്തു. ഇൻ്റഗ്രൽ x² dx എന്താടാ? ഇൻ്റഗ്രൽ x⁻n dx. ഇൻ്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ x⁻n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. ആണല്ലോ. അപ്പോൾ ഇൻ്റഗ്രൽ x² dx എന്ന് പറഞ്ഞാൽ എന്ത് വരുവാടാ? x⁻2+1 by 2+1 plus c. ഇങ്ങനല്ലേ? ഇങ്ങനല്ലേ? ഇനി എന്ത് വരും? അപ്പോൾ x³ / 3 + c എന്ന് വരും. ഓക്കെ, ഇപ്പം എനിക്ക് കിട്ടിയ എന്താടാ? ഇൻ്റഗ്രൽ x² dx ആണ് കിട്ടിയത്. പക്ഷെ എനിക്ക് അതാണോ വേണ്ടത്? അല്ല, എനിക്ക് വേണ്ടത് ഇൻ്റഗ്രൽ 2 to 3 x³ എന്താണ്? ഇൻ്റഗ്രൽ 2 to 3 x² dx ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എന്ത് വേണം? ഇതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. നമുക്ക് ഇൻ്റഗ്രൽ x² dx കിട്ടിയതിനകത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, x³ / 3 ഫ്രം 2 to 3 കണ്ടോ? ഇങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്താണ്? എപ്പോഴും f of b മൈനസ് f of a എന്നാണ്. f of b f of a നോക്കിക്കേടാ, ഇത് a ആണ്, ഇത് b ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ മുകളിൽ എഴുതുന്ന ഈ b ഇല്ലേടാ, അതിന് പറയുന്ന പേര് അപ്പർ ലിമിറ്റ്. എന്താണ്? അപ്പർ ലിമിറ്റ്. ഇത് അപ്പർ ലിമിറ്റ്. ഈ താഴെയുള്ള a എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം എന്തായിരിക്കും സ്വാഭാവികമായിട്ടും? ലോവർ ലിമിറ്റ്. സോ ഇത് ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അങ്ങനെയാണ് കൊടുക്കുന്നത്. എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, ഇനി എന്ത് വന്നു? ഇപ്പോൾ എനിക്ക് x³ / 3 ഫ്രം 2 to 3 എന്ന് വന്നു. ഇനി ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ്? അപ്പർ ലിമിറ്റ് ഫസ്റ്റ് എനിക്ക് കിട്ടിയത് x³ / 3 ആണ്. അപ്പോൾ അതിൽ അപ്പർ ലിമിറ്റ് എന്താണ്? 3. എക്സ് കാണുന്നിടത്തെല്ലാം 3 ഇട്ട് കൊടുക്കണം. എക്സ് കാണുന്നിടത്തെല്ലാം 3 ഇട്ട് കൊടുക്കണം, അപ്പർ ലിമിറ്റ് ആയതുകൊണ്ട്. 3³ അല്ലേ /3 അപ്പർ ലിമിറ്റ്. ഫംഗ്ഷൻ ഇത്രയല്ലേ ഉള്ളൂ, കിട്ടിയത് ഇത്രയല്ലേ ഉള്ളൂ. x³ / 3 എന്ന് മാത്രമല്ലേ ഉള്ളൂ. സോ x³ പകരം 3³ ഓക്കെ, അപ്പർ ലിമിറ്റിൻ്റെ പോർഷൻ കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി ലോവർ ലിമിറ്റ്. അപ്പോൾ മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? 2 അല്ലേ? 2 ആണ്. അപ്പോൾ എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. 2³ / 3 എന്ന് വന്നു. കണ്ടോ? 3³ / 3 മൈനസ് 2³ / 3 എന്ന് വന്നു. ഇനി എന്ത് വേണം? സോൾവ് ചെയ്യണം. രണ്ടുപേർക്കും സെയിം ഡിനോമിനേറ്റർ അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ അതുപോലെ ഇട്ടു, ന്യൂമറേറ്റേഴ്സ് മാത്രം ചെയ്തു. 3³ മൈനസ് 2³ 3³ എന്താടാ? 27. 27 മൈനസ് 2³ എന്താടാ? 8. അപ്പോൾ 27 മൈനസ് 8/3. 27 മൈനസ് 8 എത്രയാണ്? 19 അല്ലേ? സോ 19/3 എന്ന് വരും. എന്താണ് ആൻസർ? 19/3. ഇങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻ്റഗ്രൽ 0 to π/6 cos 3x dx. 0 to π/6 cos 3x dx അല്ലേ? ഓക്കെ, എങ്ങനെ ചെയ്യൂടാ? cos 3x dx ആണ്. നമുക്കറിയാം എന്താണ് ഇൻ്റഗ്രൽ cos x dx. നമുക്കറിയാം എന്താണ് ഇൻ്റഗ്രൽ cos x dx? ഇൻ്റഗ്രൽ sin x dx മൈനസ് cos x ആണ്. cos x dx sin x ആണ് അല്ലേ? sin x + c ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ cos x എന്നാണോ? cos x എന്നല്ല, cos 3x എന്നാണ്. എന്താണ്? cos 3x. അപ്പോൾ എന്ത് വരുവാടാ? ഇൻ്റഗ്രൽ ആദ്യം നമുക്ക് ലിമിറ്റ് ഒഴിവാക്കി ചെയ്യുവാണേ. ഇൻ്റഗ്രൽ cos 3x dx ചെയ്യുവാണേ. അപ്പോൾ ഇൻ്റഗ്രൽ cos 3x എന്തായിരിക്കും? sin 3x അല്ലേ? sin 3x. ഓക്കെ, അവിടെ നിൽക്കട്ടെടാ. ഇൻ്റഗ്രൽ cos 3x ആണ്, sin 3x. പക്ഷേ ഇൻ്റഗ്രൽ cos x ഞാൻ പറഞ്ഞു sin x ആണെന്ന് പറഞ്ഞു അല്ലേ? പക്ഷേ ഇത് cos 3x അല്ലേ? cos 3x-ൻ്റെത് sin 3x. പിന്നെ എന്താ 3x-ൻ്റെ? അപ്പോൾ എന്തായിരിക്കും? /3 കൊടുത്താൽ മതി കേട്ടോ. /3 + c. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ. ഇനി എന്ത് വന്നാലും ഇപ്പം ഞാൻ പറയാം ഇൻ്റഗ്രൽ sin 10x എന്ന് വന്നു. ഇൻ്റഗ്രൽ sin 10x എന്ന് എന്ത് എഴുതാം? ആദ്യം sin 10x-ൻ്റെ ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രൽ sin x മൈനസ് cos x ആണ്. അപ്പോൾ
ഇൻ്റഗ്രൽ സൈൻ 10x മൈനസ് കോസ് 10x വരും. കണ്ടോ? ഇനി എന്താ ബാക്കിയുള്ളത് 10xന്റെ അല്ലേ, ബൈ 10. കണ്ടോ? ബൈ 10 ഇടണം. കണ്ടോ? ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ബൈ 10 ഇടണം, ബൈ ഇടണം. ഇനി നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നടാ നോക്കിക്കേ നിങ്ങൾ. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് 3x നമ്മൾ എങ്ങനെയാ ചെയ്തേ? ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആയിരുന്നു. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇപ്പൊ ഞാൻ പറയുന്ന ഡെറിവേറ്റീവിനെ കുറിച്ചാണ്, രണ്ടും കൂടി മിക്സ് ആവരുത്, ശ്രദ്ധിക്കണേ. ഡെറിവേറ്റീവ് ഓഫ് കോസ് 3x മൈനസ് സൈൻ 3x എഴുതി. ഓക്കെ, ഇനി ഡെറിവേറ്റീവ് ആയിരുന്നു ഇൻറ്റു 3xന്റെ എന്താ നമ്മൾ ചെയിൻ റൂൾ വെച്ച് പഠിച്ചില്ലേ? ഇൻറ്റു 3xൻ്റെത് ഇൻറ്റു 3 എന്ന് വരും. കണ്ടോ? ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്. മൈനസ് 3 സൈൻ 3x എന്നാണ് വന്നത്. ഇത് ഡെറിവേഷൻ അല്ലേ, ഇത് ഡെറിവേഷൻ ആണ്. ഞാൻ പറഞ്ഞില്ലേടാ, ഡെറിവേഷൻ്റെ എന്താണ് ആൻറ്റി ഡെറിവേഷനാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം? ഡിവൈഡ് ചെയ്യണം. തെറ്റിക്കല്ലേ? അവിടെ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്യണം. അതായത് ഇവിടെ സൈൻ 10x ചോദിച്ചു കഴിഞ്ഞാൽ മൈനസ് കോസ് 10x ബൈ 10 ചെയ്യണം. ഇൻറ്റു 10 അല്ല, ബൈ 10 ചെയ്യണം. ഓക്കെ, അതുപോലെ എന്താണ് വേറൊരെണ്ണം പറഞ്ഞേ? സൈൻ തന്നെ സൈൻ 5x ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ സൈൻ 5x അപ്പോൾ എന്ത് വരുവാടാ? ആദ്യം ഇൻ്റഗ്രൽ സൈൻ എക്സ് നമ്മൾ ആലോചിക്കുക. ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ 5x ആകുമ്പോൾ മൈനസ് കോസ് 5x ഇൻറ്റു ആണോ? ഇനി 5xൻ്റെ എന്താ ഡെറിവേറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇൻറ്റു കൊടുക്കാമായിരുന്നു. പക്ഷേ ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് ബൈ 5 പ്ലസ് സി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. പറഞ്ഞിട്ടില്ലേ? പ്ലസ് സി എല്ലായ്പ്പോഴും വേണം. ഇത്രയും ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. 0 to π/6 cos 3x dx അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ ആദ്യം ഇൻ്റഗ്രേഷൻ ഒഴിവാക്കി ചെയ്തു. അപ്പോൾ ഇൻ്റഗ്രൽ കോസ് 3x dx. ഇൻ്റഗ്രൽ കോസ് 3x എന്താ പറഞ്ഞേ? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് 3xൻ്റെത് സൈൻ 3x. ഇനി 3xൻ്റെത് ബൈ 3 അല്ലേ? ബൈ 3. ഓക്കെ, ഇൻ്റഗ്രേഷൻ കിട്ടി. ഇൻ്റഗ്രേറ്റ് ചെയ്ത ആൻസർ നമുക്ക് കിട്ടി. ഇനി എന്താ വേണ്ടേ? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഫ്രം വെയർ ടു വെയർ? 0 to π/6. 0 to π/6. കണ്ടോ? അപ്പോൾ എന്ത് വരുവാടാ? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, നമുക്ക് കൊടുക്കാം ലിമിറ്റ് സൈൻ 3x. അപ്പോൾ സൈൻ നോക്കിക്കേ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് കാണുന്നിടത്തെല്ലാം ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പർ ലിമിറ്റിൻ്റെയും ലോവർ ലിമിറ്റിൻ്റെയും വാല്യൂ ഇട്ട് കൊടുക്കുക. സൈൻ 3 ഇൻറ്റു എക്സിന് പകരം π/6. സൈൻ 3 ഇൻറ്റു π/6 മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ 3 ഉണ്ടല്ലോ. ഒരു സെക്കൻഡ്, ഒരു കാര്യം പറയാം. ഡിവൈഡ് ബൈ 3 ഇല്ലേടാ? ഞാൻ ആ 3നെ ആദ്യം 1/3 എന്ന് പറഞ്ഞ് കോമൺ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പ്രശ്നം വരുമോ? 1/3 ഇങ്ങനെ എടുത്തു, ബാക്കി സൈൻ 3x മാത്രം ലിമിറ്റ് കൊടുത്തു. 1/3 കോൺസ്റ്റന്റ് അല്ലേടാ? കോൺസ്റ്റന്റ് നമ്മൾ ലിമിറ്റ് കൊടുക്കാറില്ലല്ലോ, ഫംഗ്ഷന് മാത്രമല്ലേ കൊടുക്കാറുള്ളൂ. അതാണ് ഈ 1/3 പുറത്തെടുത്തത്. 1/3 പുറത്തെടുത്തിട്ട് സൈൻ 3 ഇൻറ്റു π/6 മൈനസ് സൈൻ എന്ത് വരും? ലോവർ ലിമിറ്റ് 0. കണ്ടോ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, എന്ത് വന്നു? 1/3 ഇൻറ്റു സൈൻ 3 ഇൻറ്റു π/6. 3 ഇൻറ്റു π/6, 3യും 6ഉം തമ്മിൽ വെട്ടാം. അപ്പോൾ എന്ത് വരും? 2 ആയി. കണ്ടോ? അപ്പോൾ എന്ത് വന്നുടാ? സൈൻ π/2 അല്ലേ? സൈൻ π/2 മൈനസ് സൈൻ 0. സൈൻ 0 എന്താ പഠിച്ചിട്ടുള്ളത് നമ്മൾ? 0 ആണ്. അപ്പോൾ സൈൻ 0. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? 1/3 ഇൻറ്റു സൈൻ π/2. 1/3 ഇൻറ്റു സൈൻ π/2. സൈൻ π/2 എന്താടാ? π/2 എന്ന് പറഞ്ഞാൽ 90 ആണ്. സൈൻ 90 1 ആണ്. അപ്പോൾ എന്താ? 1/3 ഇൻറ്റു 1 അല്ലേ? 1/3 ഇൻറ്റു 1. ആൻസർ എന്ത് വന്നു? 1/3 എന്ന് വന്നു. മനസ്സിലായോ? എളുപ്പമല്ലേ? ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 to 2 log x dx. കണ്ടോ? നമ്മൾ എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യനും പറയുന്നുണ്ട്, ശ്രദ്ധിക്കണേ. ഇൻ്റഗ്രൽ 1 to 2 log x dx. log x dx നമുക്ക് എന്ത് എഴുതാൻ പറ്റും? രണ്ട് ഫംഗ്ഷനായിട്ട് കിടക്കുമല്ലേ, log xും dxും. അപ്പം നമ്മൾ എന്ത് വേണം? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം അല്ലേ? പ്രോഡക്റ്റ് റൂൾ ഇൻ ഇൻ്റഗ്രേഷൻ, അതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ അല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ പഠിച്ചതാണ്. ഇതിൽ ലിമിറ്റ് കൂടി കൊടുക്കുന്നേ ഉള്ളൂ, ശ്രദ്ധിക്കണേ, തെറ്റിക്കല്ലേ. log x കണ്ട ഉടനെ ഇൻ്റഗ്രൽ log x 1/x അങ്ങനെ എഴുതി പോവരുത്. log x ഇൻറ്റു dx ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് തന്നെ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ലിമിറ്റ് ഒഴിവാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ക്വസ്റ്റ്യൻ എഴുതി 1 to 2 log x dx. ലിമിറ്റ് ഒഴിവാക്കി ചെയ്തപ്പോൾ ഇൻ്റഗ്രൽ log x dx. ഇൻ്റഗ്രൽ log x dx എന്ത് തരും?
നമുക്ക് വേണം ആദ്യം ചെക്ക് ചെയ്യണം നമ്മൾ എന്താ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുന്നതിന് മുന്നേ എന്താ നോക്കേണ്ടത്? പ്രയോറിറ്റി നോക്കണം. പ്രയോറിറ്റി നോക്കാനായിട്ട് ഐലേറ്റ് റൂള് അല്ലേ, ഇൻവേഴ്സ്, ലോഗരിതമിക്, ഓൾജിബ്രായിക്ക്, ട്രിഗണോമെട്രിക്ക്, എക്സ്പൊണൻഷ്യൽ. അപ്പോൾ ആരാടാ ആദ്യം വരുന്നേ? ആൾജിബ്രായിക്കും ഇവിടെ ആൾജിബ്രായിക്കും ഉണ്ട്, ലോഗരിതമിക്കും ഉണ്ട്. ആദ്യം ആരാ? ഐലേറ്റ്, എൽ ആണ് ആദ്യം. സോ ഫസ്റ്റ് ലോഗരിതമിക് ഫംഗ്ഷൻ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ്, ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ഡി എക്സ് ആണ് അല്ലെ, ഓൾജിബ്രായിക് ഫംഗ്ഷൻ. നിൽക്കട്ടെ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഫോർമുല അപ്ലൈ ചെയ്തു. ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇങ്ങനല്ലേടാ? ഇങ്ങനല്ലേ? അപ്പൊ എന്ത് വന്നു? ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ്. എന്താ ഇന്റഗ്രൽ ഡി എക്സ്? എക്സ് ആണ്. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് ബാക്കി ആരാളുള്ള ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. എന്താ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്? 1/x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡി എക്സ്. ഇന്റഗ്രൽ ഡി എക്സ് എന്താണ്? എക്സ് തന്നെയാണ് അല്ലേ? ഇങ്ങനല്ലേ? അത്രയും ഡി എക്സ്. അപ്പൊ എന്ത് വന്നടാ? ഇതും വെട്ടിപ്പോത്തില്ലേ? എക്സും 1/x വെട്ടിപ്പോയില്ലേ? അപ്പൊ എന്ത് വന്നു? ലോഗ് എക്സ് ഇൻറ്റു എക്സ്. ലോഗ് എക്സ് ഇൻറ്റു എക്സ് അല്ലെങ്കിൽ ലോഗ് എ ഇൻറ്റു അല്ലെങ്കിൽ ലോഗ് എക്സ് ഇൻറ്റു എ എന്താണ്ടാ? എ ലോഗ് എക്സ് അല്ലേ? ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് ലോഗ് എക്സ് എന്ന് എഴുതാം. എക്സ് ലോഗ് എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് അല്ലേ? ഈ എക്സും 1/x വെട്ടിപ്പോയി, പിന്നെ ബാക്കി ഇന്റഗ്രൽ ഡി എക്സ് ആണുള്ളത്. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. സോ ഇങ്ങനെ വരും. എന്താ വന്നേ? എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് എന്ന് വന്നു. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി എന്ത് വേണം ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് ഫ്രം വെയർ ടു വെയർ? ലിമിറ്റ് 1 to 2 അല്ലെ? 1 to 2 എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയടാ, നമുക്ക് ലിമിറ്റ് കൊടുക്കാം. അപ്പൊ എന്താണ്? അപ്പർ ലിമിറ്റ് അല്ലേ? ഫസ്റ്റ് അപ്പർ ലിമിറ്റ് എന്താണ്? 2 ആണ്. ലോവർ ലിമിറ്റ് 1 ആണ്. സോ ഞാൻ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് എല്ലാം ചെയ്യുവാണേ. എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ്. അപ്പോൾ 2 എക്സ് കാണുന്നിടത്തെല്ലാം 2 ഇട്ട് കൊടുക്കാം. 2 log 2 minus 2 അല്ലേ? 2 log 2 minus 2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എങ്ങനെ ആയിരിക്കും? ഇവന് എക്സ് കാണുന്നിടത്തെല്ലാം 1 കൊടുക്കുക. 1 log 1 minus 1. 1 log 1 minus 1. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ലടാ. ഈ കിട്ടിയതിനകത്ത് എക്സ് കാണുന്നിടത്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു. അത്രേ ചെയ്തുള്ളൂ. ഇനി അപ്പോൾ എന്ത് വരും? 2 log 2 മൈനസ് 2 അതേപോലെ എഴുതി മൈനസ്. എടാ നോക്കിക്കേടാ, 1 log 1 എന്താണെന്നറിയാമോ? 0 ആണേ. 1 log 1 0 ആണ്. അപ്പോൾ എന്ത് വരും? -0 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1. കണ്ടോ? ഇങ്ങനെ വന്നില്ലേ അല്ലേ? 2 log 2 മൈനസ് 2 മൈനസ് 0 പ്ലസ് 1 വന്നു. അപ്പോൾ എന്ത് വരും? 2 log 2 മൈനസ് ഒരു 2 ഉണ്ട്, ഒരു പ്ലസ് 1 ഉണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇത് -2 + 1 ചെയ്തുകൂടെടാ. അപ്പോൾ എന്ത് വരും? 2 log 2 മൈനസ് -2 + 1 -1. സോ നമുക്ക് ആൻസർ എന്ത് വന്നു? 2 log 2 -1 എന്ന് വരും. നോക്കിക്കേ, മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ്? ഇന്റഗ്രൽ 0 to 1 2x² + 3x + 1 dx. എന്താണിത്? നമുക്കറിയാം ഇതെന്താണ്? ഒരു f(x) + g(x) + അല്ലേ, അങ്ങനെ ഓരോ ഫംഗ്ഷൻസ് വന്നിട്ട് ആഡ് ചെയ്തിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു, എന്നിട്ട് ലിമിറ്റ് കൊടുത്തു. അങ്ങനെയാണ് ഇട്ടേക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു ഫോമിലാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചിന്തിക്കുന്നേ? നമുക്ക് ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ ഫംഗ്ഷനെയും f(x), g(x), s(x) എന്ന് പറഞ്ഞ ഓരോ ഫംഗ്ഷനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ലിമിറ്റ് കൂടി വന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് വേണം? സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. അത്രേ ഉള്ളൂ. ചെയ്യാം നമുക്ക്. നോക്കാടാ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to 1 2x² + 3x + 1 dx. ഇതാണ് നമ്മുടെ ഫോം അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ലിമിറ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ലിമിറ്റ് ഒന്നും ഇല്ലാതെ ചെയ്യുവാ ഞാൻ. ഫസ്റ്റ് ടേം എടുത്തു 2x². ഇന്റഗ്രൽ 2x² dx പ്ലസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണേ. ഇന്റഗ്രൽ 3x dx. ഓക്കെ. പ്ലസ് ഇന്റഗ്രൽ 1 dx. ഓക്കെ.
ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ഇനി എന്താ ഇൻ്റഗ്രൽ 2x² dx 2 ഇൻറ്റു ഇൻ്റഗ്രൽ x² dx ഇൻ്റഗ്രൽ x⁻n dx x⁻n + 1/n+1. അപ്പോൾ x⁻2 + 1 3/3 അല്ലേടാ, ഇങ്ങനെയല്ലേ വരുന്നേ? ഓക്കെ, പ്ലസ് 3x dx 3നെ ഇനി പുറത്തെടുത്തു ഇൻറ്റു ഇൻ്റഗ്രൽ x dx ഇൻ്റഗ്രൽ x dx x⁻1 + 1/1+1 സോ x²/2 അല്ലേ, പ്ലസ് ഇൻ്റഗ്രൽ 1 dx ഇൻ്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ x d അല്ലേ, x എന്ന് വരും. 1 dx x തന്നെയാണ്. ഇത്രയും ഡൗട്ട് ഉണ്ടോടാ? ഇനി എന്ത് വേണം നമുക്ക്? ഇപ്പം നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ കിട്ടിയ ഫോം എന്ന് പറഞ്ഞാൽ 2/3x³ + 3/2x² + x എന്ന് കിട്ടി. ഇങ്ങനെയല്ലേ കിട്ടിയത് സോൾവ് ചെയ്തപ്പോൾ? ഓക്കെ, ഇനി എന്താ വേണ്ടത് നമുക്ക്? ഇനി എനിക്ക് വേണ്ടത് ഇവിടെ അല്ല, എനിക്ക് ലിമിറ്റ് കൂടി അപ്ലൈ ചെയ്യണം. എന്താണ്? ഫ്രം ഇൻ്റഗ്രൽ 0 to 1 0 to 1 എനിക്ക് ഇതിന് എന്ത് വേണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു? കിട്ടിയ ആൻസറിൽ ഞാനങ്ങ് ലിമിറ്റ് കൊടുത്തു. ഉത്തരം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇൻ്റഗ്രൽ സിമ്പിൾ വേണ്ട, പിന്നെ നമ്മളിത് ഇങ്ങനെയാണ് കൊടുക്കുന്നത് 0 to 1. കണ്ടോ, 0 to 1 എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ കൊടുക്കുന്നത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് കൊടുക്കാം ഈ ഫംഗ്ഷനിൽ കംപ്ലീറ്റ്. അപ്പോൾ അപ്പർ ലിമിറ്റ് എങ്ങനെ ആയിരിക്കും ഇടാ? ഫസ്റ്റ് ഇതിൽ കാണുന്ന എല്ലാവർക്കും 1 ഇട്ട് കൊടുക്കുക, മൈനസ് എന്താണ് ഇതിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എക്സിന് എല്ലാവർക്കും 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? 2/3x³ 2/3 ഇൻറ്റു x³ എക്സിന് പകരം 1³ മൈനസ് അല്ല പ്ലസ് 3/2 ഇൻറ്റു x² അല്ലേ 1² ഇൻറ്റു 1² പിന്നെ പ്ലസ് 1 അല്ലേ. ഓക്കെ, സോ അപ്പർ ലിമിറ്റ് അങ്ങ് കഴിഞ്ഞു. അപ്പർ ലിമിറ്റ് കഴിഞ്ഞേ മൈനസ് ലോവർ ലിമിറ്റ് നോക്കിക്കേ 2/3 ഇൻറ്റു എക്സിന് പകരം 0 2/3 ഇൻറ്റു 0 പ്ലസ് 3/2 ഇൻറ്റു x², 3/2 ഇൻറ്റു 0² അതും 0 പ്ലസ് 0. സോ എന്താടാ, നമുക്ക് രണ്ടാമത്തെ ലോവർ ലിമിറ്റിന്റെ ടേം കംപ്ലീറ്റ് 0 ആവത്തില്ലേ? എന്തുകൊണ്ടാണ്? ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട്. അപ്പം നമുക്ക് ആ ഒരു ടേമിന്റെ ആവശ്യമില്ല. നോക്കാം. അപ്പം എന്ത് വരും? 2/3 ഇൻറ്റു 1³ പ്ലസ് 3/2 ഇൻറ്റു 1² പ്ലസ് 1 എന്ന് മാത്രമേ വരത്തുള്ളൂ, പ്ലസ് 0 എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലസ് അല്ല മൈനസ് ആണ്, കാരണം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആയതുകൊണ്ട്. ഓക്കെ, മൈനസ് 0 എന്ന് കൊടുക്കാം. അപ്പം എന്ത് വന്നു? 2/3 ഇൻറ്റു 1³ 1 തന്നെയാണ്, സോ 2/3 പ്ലസ് 3/2 ഇൻറ്റു 1² 1 തന്നെയാണ്, സോ 3/2 പ്ലസ് 1 അല്ലേ. അപ്പം എന്ത് വരും? 9 + 4 എത്രയാണ്? 13 13/6 പ്ലസ് 1 അല്ലേ. അപ്പം എന്ത് വരും? 13 + 6/6 13 6 എത്രടാ? 19. സോ 19/6 എന്ന് വരും. സോൾവ് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? 19/6 എന്ന് വരും. മനസ്സിലായോ? ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഇൻ്റഗ്രൽ 0 to 2 4x - x² dx. എന്താണ്? 4x - x² dx. എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് എഴുതും അല്ലേ. അതായത് ഇൻ്റഗ്രൽ 4x dxനെ ചെയ്യുന്നു, മൈനസ് ഇൻ്റഗ്രൽ x² dxനെ ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇൻ്റഗ്രൽ 0 to 2 4x - x² dx. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ നമുക്ക് ലിമിറ്റ് അവിടെ നിൽക്കട്ടെ. 4x dx മൈനസ് ഇൻ്റഗ്രൽ x² dx അല്ലേ. ഇൻ്റഗ്രൽ 4x dx മൈനസ് ഇൻ്റഗ്രൽ x² dx. അപ്പോൾ എന്ത് വരും? 4 കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. 4 ഇൻറ്റു ഇൻ്റഗ്രൽ x dx മൈനസ് ഇൻ്റഗ്രൽ x² dx അല്ലേ. അപ്പോഴോ 4 ഇൻറ്റു ഇൻ്റഗ്രൽ x dx എന്തായിരിക്കും? x⁻n dx x⁻1 + 1/1+1 x²/2 എന്ന് വന്നു, മൈനസ് അല്ലേ ഇൻ്റഗ്രൽ x² dx x² dx ആകുമ്പോഴോ x⁻2 + 1/2+1 സോ നമുക്ക് x³/3 എന്ന് വന്നു. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. പ്ലസ് c കൊടുത്തു. ഇനി എന്താണ്? 4x² 2 അല്ലേ. അപ്പോൾ 4ഉം 2 കൂടി കട്ട് ചെയ്ത് വിടാ. എനിക്ക് 4ഉം 2ഉം കട്ട് ചെയ്ത് 2 എന്ന് കിട്ടി. അപ്പോൾ എന്ത് വന്നു? 2x². ഓക്കെ, 2x² മൈനസ് ബാക്കി ആരാ? x³/3 പ്ലസ് c. ഇങ്ങനല്ലേ. ലിമിറ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ലിമിറ്റ് ഫ്രം വെയർ ടു വെയർ? 0 to 2 ആണ്. അപ്പോൾ ഫ്രം 0 to 2 അല്ലേ. ഓക്കെ, 0 to 2 ചെയ്യുവാണ്. അപ്പോൾ എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ. അപ്പോൾ അപ്പർ ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്യണം. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരണം? എക്സ് കാണുന്നിടത്തെല്ലാം 2 ഇട്ട് കൊടുക്കാം, മൈനസ് ലോവർ ലിമിറ്റ് ആണെങ്കിൽ
എക്സ് കാണുന്നിടത്ത് 0. ഇവിടെ ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് രണ്ടാമത്തെ ടേം അങ്ങ് 0 ആവും. സോ നമുക്ക് അപ്പർ ലിമിറ്റ് മാത്രം മതി അല്ലേ. പറഞ്ഞേ 2 ഇൻറ്റു എക്സിൻ്റെ സ്ക്വയർ 2 സ്ക്വയർ 2 സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് 2 ക്യൂബ് ബൈ 3 പ്ലസ് അവിടെ നിൽക്കട്ടെ. ഇനി എന്താ 2 ഇൻറ്റു 2 സ്ക്വയർ അല്ലേ. 2 ഇൻറ്റു 2 സ്ക്വയർ എന്താ 2 സ്ക്വയർ 4 ആണ്. 4 ഇൻറ്റു 2 8 മൈനസ് 2 ക്യൂബ് 8 ബൈ 3 അല്ലേ. അപ്പോൾ എന്ത് വരും ക്രോസ് ചെയ്യുന്നത് 8 3 24 മൈനസ് 8 ബൈ 3 അപ്പോൾ എത്രടാ 16 ബൈ 3 എന്ന് വരും അല്ലേ. ശരിയല്ലേടാ ഇതല്ലേ ആൻസർ. ക്ലിയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയടാ. എന്താണ് ഇൻ്റഗ്രൽ 1 to 3 1 മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. എന്താണ് ഇൻ്റഗ്രൽ 1 to 3 1 മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. എങ്ങനെ ചെയ്യും? ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിച്ച് നോക്കാം. അപ്പം എന്താണിത് ഫ്രാക്ഷൻ പോലാണ്, റാഷണൽ പോലെ തന്നിരിക്കുകയാണ് അല്ലേ. പക്ഷേ റാഷണൽ പോലെ ചെയ്യുമ്പോൾ എന്താണ് ഇൻറ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത്രയൊക്കെ പോകണോ ഇവിടെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചേ, ഇൻ്റഗ്രൽ 1 to 3 1 മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഞാൻ പറയുവാണ് ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഡിനോമിനേറ്റർ നോക്കിക്കേ. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഡിനോമിനേറ്റർ 1 മൈനസ് എക്സിൽ രണ്ടു പേർക്കും ബാധകമല്ലേടാ. അപ്പോൾ എനിക്ക് എന്താ ഈ 1 മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ എന്നുള്ളതിനെ ശ്രദ്ധിച്ചേ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. എന്തുകൊണ്ട്? എക്സ് സ്ക്വയർ രണ്ടു പേർക്കും ബാധകമാണ്, രണ്ടു പേർക്കുള്ള ഡിനോമിനേറ്റർ അല്ലേ. അപ്പോൾ ഞാൻ എഴുതി 1 ബൈ എക്സ് സ്ക്വയർ ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതി. അത്രയും ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യടാ നോക്കിക്കേ. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് ഇൻ്റഗ്രൽ എക്സ് ബൈ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ത് എഴുതാം? ഒരു എക്സും കട്ട് ചെയ്ത് പോയി. അപ്പോൾ ബാക്കി എന്താ ഇൻ്റഗ്രൽ 1 ബൈ എക്സ് എന്ന് വന്നു അല്ലേ. ഇങ്ങനെയല്ലേ വരുന്നേ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയറിന് എങ്ങനെ എഴുതാം? എനിക്ക് എക്സ് റേസ് ടു മൈനസ് 2 ഡി എക്സ് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു മൈനസ് 2 ഡി എക്സ് എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി എന്താ മൈനസ് ഇൻ്റഗ്രൽ 1 ബൈ എക്സ്. എന്താടാ ഇൻ്റഗ്രൽ 1 ബൈ എക്സ്? ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ലോഗ് എക്സ് ആണ് അല്ലേ. ലോഗ് എക്സ്, ലോഗ് മോഡ് എക്സ് എന്ന് പറയും നമ്മൾ അല്ലേ. ഓക്കെ, പ്ലസ് സി. ഇനി എന്താ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു മൈനസ് 2. അപ്പോൾ എന്തെഴുതാം? എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1. നിങ്ങൾക്ക് പാടാണെങ്കിൽ എന്താണ് ഇത് ഓരോന്നും സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം കേട്ടോ. ഇപ്പോൾ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് കണ്ടുപിടിച്ചിട്ട് ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ ആദ്യം കണ്ടുപിടിച്ച് സോൾവ് ചെയ്തു. പിന്നെ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ച് സോൾവ് ചെയ്തു. അതിനുശേഷം രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാം, പ്രശ്നമില്ല. ഞാൻ സിംഗിൾ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് വന്നു? എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1 മൈനസ് ബാക്കി ആരാ? ലോഗ് മോഡ് എക്സ് അല്ലേ. ഓക്കെ, പ്ലസ് സി. അപ്പോൾ എന്ത് വന്നു? എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 എന്ത് വരുവാ? എക്സ് റേസ് ടു മൈനസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1 മൈനസ് 1 മൈനസ് ലോഗ് മോഡ് എക്സ് എന്ന് വന്നു. ഓക്കെ, ഇതെന്തെഴുതാ എനിക്ക്? എക്സ് റേസ് ടു മൈനസ് 1 ബൈ മൈനസ് 1. അപ്പം ഞാൻ പറയുവാണ് മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 എന്താടാ? 1 ബൈ എക്സ് റേസ് ടു 1 അല്ലേ. എക്സ് റേസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് 1 ബൈ എക്സ് റേസ് ടു 1 അല്ലേ. അങ്ങനെ എഴുതി കൂടെ എനിക്ക്. ഓക്കെ, അപ്പോൾ ഒരു മൈനസ് കൂടിയുണ്ട്. സോ മൈനസ് 1 ബൈ എക്സ് മൈനസ് ലോഗ് മോഡ് എക്സ് എന്ന് വന്നു. ഇതാണ് എനിക്ക് ഫൈനലായിട്ട് വരുന്ന ആൻസർ. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താ? മൈനസ് 1 ബൈ എക്സ് മൈനസ് ലോഗ് മോഡ് എക്സ് എന്ന് വന്നു. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി എനിക്ക് എന്ത് വേണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഫ്രം വെയർ ടു വെയർ? 1 to 3 ആണ്. 1 to 3 എനിക്ക് ഓരോ ഫംഗ്ഷനും ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഞാൻ വിചാരിച്ചു എന്താണ് ഇങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നാലോ എന്ന് വെച്ചിട്ട് ഈ ഓരോ ഫംഗ്ഷനെയും ഞാൻ സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. മൈനസ് 1 ബൈ എക്സിന് വേറെ, മൈനസ് ലോഗ് മോഡ് എക്സിന് വേറെ. ഓക്കെ, അപ്പോൾ എന്ത് വരും? മൈനസ് 1 ബൈ എക്സ്. ഓക്കെ, മൈനസ് 1 ബൈ എക്സ് ഞാൻ ആദ്യം കൊടുക്കുകയാണ്. ഫ്രം 1 to 3 കൊടുത്തു. അപ്പോൾ എന്ത് വരുവാടാ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ? ആണ്. മൈനസ് അവിടെ നിൽക്കട്ടെ അല്ലേ. അപ്പർ ലിമിറ്റ് 1 ബൈ 3 അല്ലേടാ. 1 ബൈ 3 എക്സിന് പകരം 3 മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? മൈനസ് 1 ബൈ 1 വരും അല്ലേ. മൈനസ് 1 ബൈ 1 അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് വന്നടാ? അത് മൈനസ് 1 ബൈ 3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 അല്ലേ. പ്ലസ് 1 എന്ന് വരത്തില്ലേ? അതെങ്ങനെയാണ് പ്ലസ് 1 വന്ന ഡൗട്ട് ഉണ്ടോ? ഒരു മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അതിൻ്റെ മൈനസ്. ആ രണ്ട് മൈനസ് കൂടിയാണ് ഇവിടെ പ്ലസ് ആയതേ.
അപ്പോൾ -1/3 + 1 എന്ന് വന്നു. അപ്പോൾ എന്ത് വരും ഇവിടെ? 1 × -1 പ്ലസ് 1 × 3 3/3. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2/3 എന്ന് വരും അല്ലേ? 3 - 1/3 2/3 എന്ന് വന്നു. അപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? -1/x ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ആൻസർ 2/3 എന്ന് വന്നു. ഓക്കെ, ഇനി എന്ത് വേണം? ഇനി ലോഗ് മോഡ് എക്സിന് അപ്ലൈ ചെയ്യണം. ലോഗ് മോഡ് എക്സ് ഫ്രം എവിടാ? 1 to 3 അല്ലേ? അതെന്ത് വരും? log 3 മൈനസ് log 1 അല്ലേ? അങ്ങനല്ലേ വരുന്നേ? ആണല്ലോ. ഇത് log 1 എന്താടാ? log 1 0 ആണേ. അപ്പോൾ എന്ത് വരും? log 3 - 0 അഥവാ log 3 എന്ന് തന്നെയല്ലേ വരത്തുള്ളൂ അല്ലേ? ഇനി നോക്കിക്കേ, ഇനി എന്ത് ചെയ്യാം? അപ്പം നമുക്ക് കിട്ടിയത് log എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് log 3 - log 1 വന്നു. log 3 - log 1ന് പകരം 0 കൊടുത്തു. അപ്പോൾ എന്താ വന്നേ? log 3 എന്ന് തന്നെ വന്നു. ഇനി ബാക്കി -1/x ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 2/3 ആണ്. 2/3 നമുക്ക് ഒരുമിച്ച് കൊണ്ടുവന്നാലോ? അതിനെ ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരുവാടാ? -1/x -log x എന്നല്ലായിരുന്നോ? ഇതിനല്ലായിരുന്നോ ഞാൻ ലിമിറ്റ് കൊടുത്തേ? അപ്പോൾ ഈ -1/xന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് എനിക്ക് ഫൈനലി കിട്ടിയ എത്ര? 2/3. ഓക്കെ, 2/3 ആണ്. പിന്നെന്താണ്? മൈനസ് ലോഗ് മോഡ് എക്സ്. ലോഗ് മോഡ് എക്സിൽ log 3 - 0 അല്ലേ? അപ്പോൾ log 3 എന്ന് തന്നെ വന്നു. അപ്പോൾ എന്ത് വരും? 2/3 - log 3 എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണണം കേട്ടോ. എന്തെങ്കിലും എവിടെയെങ്കിലും നിന്ന് പോവുകയാണെങ്കിൽ ആവർത്തിച്ച് കാണണം. മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ആദ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്റഗ്രൽ 0 to 1 √x + x dx. എന്താണ് ഇന്റഗ്രൽ 0 to 1 √x + x dx? എന്ത് ചെയ്യടാ? നമുക്ക് ആദ്യം ലിമിറ്റ് മാറ്റി ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ എന്ത് വരും? √x dx + ഇന്റഗ്രൽ x dx അല്ലേ? √xനെ എങ്ങനെ എഴുതാം? √x എന്ന് തന്നെ എഴുതാം. √x വന്നാലും എന്ത് വന്നാലും പ്രശ്നമില്ല. √x എന്ന് പറഞ്ഞാൽ x⁻² ആണ്. അപ്പോൾ ഇന്റഗ്രൽ x⁻² dx പ്ലസ് ഇന്റഗ്രൽ x dx. x⁻²ന് x⁻n dx ഫോം അല്ലേ? x⁻n + 1/n + 1. സോ x⁻² 1/2 + 1/1/2 + 1 പ്ലസ് ഇന്റഗ്രൽ x dx x²/2. ഇതൊക്കെ ഞാൻ ഇനി പെട്ടെന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, കുറേയൊക്കെ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ എന്ത് വരും? x⁻1/2 + 1 എന്താടാ? 1 + 2 അല്ലേ? അപ്പോൾ 3/2 എന്ന് വരും. x⁻1 + 2 3/2 ഡിവൈഡഡ് ബൈ എന്താണ്? 3/2 പ്ലസ് x²/2. ഓക്കെ, ഇതിന് എന്തെഴുതാം എനിക്ക്? x⁻3/2/3/2 എന്നുള്ളതിനെ 2/3 × x⁻3/2 എന്ന് എഴുതാമല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാടാ? ഇല്ലല്ലോ. താഴെ ഡിനോമിനേറ്ററിൽ എന്ത് വന്നു? ഒരു ഫ്രാക്ഷൻ വന്നു. അത് ന്യൂമറേറ്ററിൽ വരുമ്പോൾ അതങ്ങ് റെസിപ്രോക്കലായി പോകും. അപ്പോൾ 3/2 എന്നുള്ളത് മുകളിൽ വരുമ്പോൾ 2/3 എന്നാകും. ഓക്കെ, അപ്പോൾ 2/3 × x⁻3/2. ക്ലിയർ? ഓക്കെ, പ്ലസ് x²/2 അല്ലേ? x²/2. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ലിമിറ്റ് കൊടുക്കാം. ഫ്രം വെയർ ടു വെയർ? 0 to 1 തന്നെയാണ് ലിമിറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും ഇവിടെ? 2/3 x⁻3/2 പ്ലസ് x²/2 ഫ്രം 0 to 1 അല്ലേ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, ഇവിടെയും അപ്പർ ലിമിറ്റ് 1 ആണ്, പക്ഷെ ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അപ്പർ ലിമിറ്റ് മാത്രം മതി. അപ്പോൾ എന്താ? 2/3 × x 1 1 എന്ത് വന്നാലും 1 തന്നെയാണ്. സോ 2/3 × 1 പ്ലസ് x²/2 1/2 അല്ലേ? 1/2. സോ നമുക്ക് എന്ത് വന്നടാ? 2/3 + 1/2 എന്ന് വന്നു അല്ലേ? 4 + 3/6 നമുക്ക് ചെയ്തു വരുമ്പോൾ 7/6 എന്ന് വരും. എന്താണ്? 7/6 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കിക്കേടാ. ഇപ്പം നമ്മൾ എന്താടാ ചെയ്തേ? നമ്മൾ ഇതുവരെ പഠിച്ച ക്വസ്റ്റ്യൻസിൽ എല്ലാം എന്താ ചെയ്തേ?
നോർമലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. നമ്മൾ ഫംഗ്ഷൻ ആദ്യം കിട്ടി, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തു വന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആണ്. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ? നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ലിമിറ്റ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏത് ഫോമിലാണെന്ന് നോക്കി, ചില പ്രത്യേക ഫോമിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ചില ഷോർട്ട് കട്ട് മെത്തേഡ് അല്ലെങ്കിൽ ചില ഫോമുലാസ് യൂസ് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും, എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ പറയുന്നത്. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ? ശരിക്കും ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണതേ. നോക്കും, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി ആണ്. സംശയമുണ്ടോ? വേറെ ഒന്നുമില്ലടാ, രണ്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതേ ലിമിറ്റിലുള്ള വേറെ എഫ് ഓഫ് ടി ഡി ടി ആണ്. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റത്തെ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, ഇത് നോർമലി നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പം നമുക്ക് ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്, എളുപ്പമാണത്. അത് വേണ്ട, പറഞ്ഞത് വേണ്ടേ. അതാണ് ഫസ്റ്റ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ശ്രദ്ധിക്കണം, നോക്കിക്കേ. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിന് തുല്യമാണ്. എന്താണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ബി ടു എ എഫ് ഓഫ് എക്സിന് തുല്യമാണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇൻ്റഗ്രൽ 3 to 4 സൈൻ 5x ഈസ് ഇക്വലൻ ടു വാട്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് എന്തെങ്കിലും കാണും. അത് വിച്ച് ഈസ് ഇക്വലൻ ടു എന്തായിരിക്കും എന്നറിയാമോ? എന്തായിരിക്കും? അതായത് ഇതിൻ്റെ മൈനസ് ഓഫ്, ഞാൻ പറയണം മൈനസ് ഓഫ് ഇൻ്റഗ്രൽ 4 to 3 സൈൻ 5x തുല്യമായിരിക്കും. കണ്ടോ, ഇത് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും ഇത് ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിനോടൊപ്പം ഒരു മൈനസ് കൂടി ഇടുന്നത്. വേറൊന്നുമില്ല, ലിമിറ്റ് അങ്ങ് ഇൻ്റർചേഞ്ച് ആവും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും ആവും, ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റും ആവും. അതാണ് എന്ത് പറയുന്നത്, രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്ന ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പവുമാണ്, പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേടാ, എന്താണ് മൂന്നാമത്തെ പറയുന്നത് നോക്കിക്കേ. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്? നോക്കിക്കേടാ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളതേ. ഇതൊരു ലൈനാണ്. എനിക്ക് വേണ്ട എന്താണ് ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറയുന്ന പോയിന്റിനിടയ്ക്ക് അല്ലെങ്കിൽ എയ്ക്കും ബിക്കും ഇടയ്ക്കാണ് എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് ഇരിക്കട്ടെ. ഇതിൻ്റെ നടുക്കുള്ളൊരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ മിഡിൽ പോയിന്റ് ആണ് സി. മിഡിൽ പോയിന്റ് തന്നെ ആണെന്നില്ല, മിഡിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ആയിക്കോട്ടെ, സി ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഈ ടോട്ടൽ ഇൻ്റഗ്രൽ എ ടു ബി ഇതാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. എ ടു ബിയിൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഫംഗ്ഷനെ എന്ത് വേണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്താണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു സി ഞാൻ ഇവിടം വരെ ചെയ്തു അല്ലേ. ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ചെയ്തിട്ട് അതിനോടൊപ്പം ബാക്കിയുള്ള സി ടു ബി കണ്ടോ, സി ടു ബി എഫ് ഓഫ് എക്സ് ചെയ്ത് ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അതാണ് എന്ത് പറയുന്നത്, മൂന്നാമത്തെ റൂള് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ. അടുത്ത് നോക്കിക്കേടാ, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. ഇങ്ങനെ എഴുതാം. എന്താണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സിന് തുല്യമാണ്. കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നും, നമുക്ക് നോക്കാം. ഞാൻ പറയുവാണ്, നോക്കിക്കേടാ ഇൻ്റഗ്രൽ ഇതാണ് എനിക്ക് വേണ്ടത്, എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഞാൻ പറയുവാണ് 2 to 5 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇവരെന്താ പറഞ്ഞേക്കുന്നത്, എ ടു ബി 2 to 5 എഫ് ഓഫ് എ പ്ലസ് ബി, അതായത് എഫ് ഓഫ് എ പ്ലസ് ബി എന്താ 5 + 7 അല്ലേ. എഫ് ഓഫ് 5 + 2 എഫ് ഓഫ് 5 + 2 എന്താ 7 മൈനസ് എക്സ് ഡി എക്സിന് തുല്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. അതായത് എന്താണ് ഇൻ്റഗ്രൽ 2 to 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ്റഗ്രൽ 2 to 5 എഫ് ഓഫ് 7 മൈനസ് എക്സ് ഡി എക്സിന് തുല്യമാണ്. ഇത് രണ്ടും സെയിം തന്നെയാണ്.
ചെയ്തു വരുമ്പോൾ ഇത് രണ്ടും സെയിം തന്നെയാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഓഫ് എന്താണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എന്താണ് എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സിന് തുല്യമാണ്. എ പ്ലസ് ബി മൈനസ് എക്സ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് വേണം, നമുക്ക് വേണ്ട എക്സിനെ അങ്ങ് സബ്ട്രാക്ട് ചെയ്യണം. ആ കിട്ടിയ ഡി എക്സ് അതിൻ്റെ എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും അതുപോലെ അത് ഫംഗ്ഷനെ എ ടു ബി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും തുല്യമാണ്. തെറ്റിക്കരുത്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു വരുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഫോമിൽ വന്നാൽ നമുക്ക് അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിക്കേടാ. ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. വേറൊന്നും ഇല്ലടാ, ഈ പറഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ എന്താണ്, അപ്പർ ലിമിറ്റ് ഉണ്ട്, ലോവർ ലിമിറ്റ് 0 ആണ്. ലോവർ ലിമിറ്റ് നമ്മൾ 0 ആയി കൊടുക്കുമ്പോൾ എന്ത് വരും, ഇന്റഗ്രൽ ഞാൻ പറയുകയാണ് എ ടു ബി, ഇതാണ് നമ്മുടെ ഫോമുല, ബേസിക് ഫോമുല ഇതാണ്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് അല്ലേ. ഇതിൽ എ എന്നുള്ളത് ലോവർ ലിമിറ്റും ബി എന്നുള്ളത് അപ്പർ ലിമിറ്റും ആണ്. ഇവിടെ ലോവർ ലിമിറ്റ് 0 ആണെങ്കിൽ, എ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണെങ്കിൽ ഇതെങ്ങനെ വരും, ഇന്റഗ്രൽ 0 to b എഫ് ഓഫ് എക്സ് നമുക്ക് എങ്ങനെയാണ് വരുന്നത്, എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to b എഫ് ഓഫ് എക്ക് പകരം 0 അല്ലേ, അപ്പോൾ ബി അല്ലേ ആണ്, അപ്പോൾ എഫ് ഓഫ് ബിയോ അല്ലേ. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ലോവർ ലിമിറ്റ് എഫ് ഓഫ് ബി മൈനസ് എക്സ് അല്ലേടാ, അത്രയും ഡി എക്സ് അങ്ങനെ വരില്ലേ. അതായത് നമുക്കിവിടെ ഒരു ലിമിറ്റ് മാത്രമേ ഉള്ളൂ, ഇവിടെ അപ്പർ ലിമിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് വന്നു, ലോവർ ലിമിറ്റ് അങ്ങ് 0 ആയിപ്പോയി. എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to b എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to b എഫ് ഓഫ് ബി മൈനസ് എക്സിന് തുല്യമാണ്. ക്ലിയർ. അതായത് 0 to a ആണെങ്കിൽ നമുക്ക് എന്താണ്, ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. അതല്ല എയും ബിയും രണ്ട് ലിമിറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ആണ്. തെറ്റിക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ബേസിക് ഫോമുല. ഈ ഒരു ഫോമുലയിൽ തന്നെ എന്താണ്, ലോവർ ലിമിറ്റ് 0 ആയി കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഒരു ഫോമുല പഠിച്ചു വെച്ചാൽ മതി, എന്നിട്ട് എന്താണ് ലോവർ ലിമിറ്റ് 0 വരും എന്ന് ആലോചിച്ചാൽ മതി. 0 വരുമ്പോൾ ആ വാല്യൂ ഇവിടെ അങ്ങ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഈ ഫോമുല ഇത് പഠിക്കാൻ എളുപ്പമല്ലേടാ. രണ്ടാമത്തെ വളരെ എളുപ്പമല്ലേ, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ബി ടു എഫ് ഓഫ് എക്സ് ഡി എക്സിന് തുല്യമാണ്. ഓക്കെ, ഇനി ഇതും അടുത്ത മൂന്നാമത്തത് വളരെ എളുപ്പമാണ് അല്ലേ. എ തൊട്ട് മനസ്സിലാ ഒരു എന്താണ് ഒരു പടം പിക്ചർ ഓർമ്മ വരണം. എ ടു ബി ആണ് എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്, നടുക്കത്തെ ഒരു പോയിന്റ് സി ആണ്. അപ്പോൾ ടോട്ടൽ എ ടു ബി ഇൻ്റഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എ ടു സി ഇൻ്റഗ്രേറ്റ് ചെയ്യുക പ്ലസ് ബി ടു സി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അങ്ങനെയാണ്. ഓക്കെ, എന്നിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ്, എ ടു ബി അല്ല എ ടു ബി ടോട്ടലാണ്, അപ്പോൾ എ ടു സി സി ടു എ അങ്ങനെ വേണം കൊടുക്കാനേ. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തിരിഞ്ഞു പോകരുത്. ഓക്കെ, അതാണ് ഓർക്കാനുള്ളത്. പിന്നെ വരുന്നത് ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ഫോമുലാസ്. ക്ലിയർ. ഇനി ഒരു രണ്ട് ഫോമുലാസിലുണ്ട്, നോക്കാം. ഓക്കേടാ, ഇന്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 to a എന്താണ്, എഫ് ഓഫ് 2a മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇങ്ങനൊരു ഫോമുലയുടെ ഉണ്ട്, അതൊരു ഓർത്തിരിക്കണേ. ഇന്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് 2a മൈനസ് എക്സിന് തുല്യമാണ്. അതൊന്ന് ഓർത്തിരിക്കുക, അതൊന്നുകൂടി പറയാമേ. അപ്പോൾ എന്താണ്, ഇന്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് 2a മൈനസ് എക്സിന് തുല്യമാണ്. ഇനി എന്താ, ഈ 2a മൈനസ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് 2a മൈനസ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് എക്സ് തന്നെയാണെങ്കിൽ, ഇത് രണ്ടും സെയിം ഫംഗ്ഷൻ തന്നെ ആണെങ്കിൽ എന്താ വരുന്നത്, ഇത് രണ്ടും സെയിം ആണെങ്കിൽ എന്ത് വരുവാ, ഇന്റഗ്രൽ 0 to a 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 2 into 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ്. എളുപ്പമല്ലേ. ഇത് രണ്ടും സെയിം തന്നെയാണെങ്കിൽ നമ്മൾ എന്താ, 2 into ഇന്റഗ്രൽ 0 to എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇനി എന്താ, ഈക്വൽ ടു 0 ആവും എപ്പോഴാ, ഇഫ് 2a മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് എന്താ, ഈ 2a മൈനസ് എക്സ് ഇതെന്നുള്ളത് എന്താ, മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അല്ലേ, ഇത് എഫ് ഓഫ് എക്സ് ആണ്, ഇത് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്കറിയാം എന്താ, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് 0 ആവത്തില്ലേ. അതാണ് ഈ പറഞ്ഞത് ഈക്വൽ ടു 0 ഇഫ് 2a മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന്. ഓക്കെ, അത് രണ്ടും ലോജിക്കാണ്, നിങ്ങൾ ബേസിക് ഫോമിൽ പഠിച്ചു വയ്ക്കുക. ഇന്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് 2a മൈനസ് എക്സ് ഡി എക്സ്. ക്ലിയർ, മനസ്സിലായോ? ഇനി അടുത്തതും ഇനി അടുത്ത ഫോമുല നോക്കിക്കേടാ. അടുത്ത ഫോമുല എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ പ്രധാനമായിട്ട് ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കാണുന്ന ഒരു എന്താണ്, എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള മേഖലയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണേ,
എന്താണ് ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ശ്രദ്ധിക്കണേ, ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. എപ്പോഴാണ്? ഇഫ് എഫ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. വേറൊന്നുമില്ല, ഒരു ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എനിക്കിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഫ്രം വെയർ ടു വെയർ? ഫ്രം മൈനസ് എ ടു പ്ലസ് എ. മൈനസ് എയിൽ നിന്ന് പ്ലസ് എ വരെയുള്ള, അല്ലെങ്കിൽ മൈനസ് 2ൽ നിന്ന് പ്ലസ് 2, മൈനസ് 10 ടു പ്ലസ് 10. അങ്ങനെ എനിക്കൊരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആ ഫംഗ്ഷൻ ഈവൻ ആണെന്നിരിക്കട്ടെ, ഒരു ഈവൻ ഫംഗ്ഷൻ എനിക്ക് മൈനസ് 10 ടു പ്ലസ് 10 ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ എന്താ വരുന്നത്? എനിക്ക് 2 ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എടുത്താൽ മതി. മൈനസ് എയും വേണ്ട പ്ലസ് എയും വേണ്ട. പകരം ഇൻ്റഗ്രൽ 0 ടു എ എന്താണ്? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്താൽ മതി. മനസ്സിലായോ? അതാണ് എന്ത് പറയുന്നത്? അതാണ് ഈ റൂള് പറയുന്നത്. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇത് ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു അല്ലേ. ഈവൻ ആണെങ്കിലേ എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റൂ. ഫംഗ്ഷൻ ഓഡ് ആണെങ്കിലോ? ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഓഡാണ്. എനിക്ക് വേണ്ട ലിമിറ്റ് മൈനസ് എ ടു പ്ലസ് എ ആണെന്നിരിക്കട്ടെ. ഈവൻ ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ഓഡാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, കണ്ണു അടച്ചുകൊണ്ട് എഴുതാം 0 ആണ്. എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റി തരും, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ തരും. അതിൽ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എഴുതാം എന്താണ്? അതിൻ്റെ വാല്യൂ 0 ആണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിലോ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. മനസ്സിലായോ? ഈ പ്രോപ്പർട്ടീസ് എല്ലാം മനസ്സിലായോ? തറവായോ? എല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കണേ. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കേടാ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ? ഇൻ്റഗ്രൽ -2 to 2 x raised to 4 plus 1 dx അല്ലേ? -2 to 2 x raised to 4 plus 1. ഇനി നോക്കിക്കേ, ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച പോലെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ചെയ്യാൻ പോണ്. അങ്ങനെയാണ്, അതായത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് അങ്ങനെ പോകുമല്ല. നമ്മളിപ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ആലോചിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, നോക്കിക്കേ, -2 to 2 x raised to 4 plus 1 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ പഠിച്ച ഏതെങ്കിലും ഫോർമുലാസ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇൻ്റഗ്രൽ -a to a എന്താണ്? എഫ് ഓഫ് എക്സ് ഡി എക്സുമായിട്ട് ബന്ധമുണ്ട് അല്ലേ? -a to a എഫ് ഓഫ് എക്സ് ഡി എക്സുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ടടാ. എന്താണ്? അവിടെ തന്നെ 2 കണ്ടീഷൻ ഉണ്ട് അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഡാണോ ഈവൻ ആണോ എന്ന് അറിയണം. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ വേറെ, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ വേറെ. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട് അല്ലേ? ഇപ്പം നമുക്ക് എന്തെഴുതാം? ഇത് എന്താ തന്നിരിക്കുന്ന ഫംഗ്ഷൻ? x raised to 4 plus 1 അല്ലേ? x raised to 4 അല്ലേ? അല്ലേടാ? നോക്കിയേ, x raised to 4 എന്താണ്? ഈവൻ നമ്പർ അല്ലേ? ഇപ്പം x square, x raised to 4, x raised to 6 അങ്ങനെ എന്തും വരട്ടെ. അങ്ങനെ വന്നാൽ അത് ഈവൻ ഫംഗ്ഷൻ ആണ്. എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ നമുക്ക് വരേണ്ട റിസൾട്ട്? ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്? ഇൻ്റഗ്രൽ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ആണ് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. കണ്ടോ? ഈ കിട്ടിയ ക്വസ്റ്റിനെ ഞാൻ ഒറ്റയടിക്ക് സ്പ്ലിറ്റ് ചെയ്ത കണ്ടോ? അത് ആ ഇക്വേഷൻ പഠിച്ചുകൊണ്ടല്ലേ? ആ പ്രോപ്പർട്ടി അറിയാവുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നിൽക്കത്തില്ലേ? ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാടാ? 2 ഇൻറ്റു 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതി. ഓക്കെ, എന്താണ് എഫ് ഓഫ് എക്സ്? 0 to a. അപ്പോൾ 0 to a എന്താടാ? 0 to നോക്കിയേ, -a to +a ആണ്. -2 to +2. അപ്പോൾ ലിമിറ്റ് a എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 0 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ x raised to 4 plus 1 dx. ഓക്കെ, ഫസ്റ്റ് ലിമിറ്റ് ഒഴിവാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ x raised to 4 dx പ്ലസ് ഇൻ്റഗ്രൽ dx. ഓക്കെ, ഇപ്പം എന്ത് വന്നു? ഇൻ്റഗ്രൽ x raised to n dx, x raised to n plus 1 by n plus 1, x raised to 4 plus 1, x raised to 5 by 5 പ്ലസ് ഇൻ്റഗ്രൽ dx x. ഓക്കെ, വന്നില്ലേ ഇത്രയും? ഇനി എന്ത് വേണം? ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ഫ്രം വെയർ? 0 to 2 അല്ലേ? നോക്കിക്കേ, ഒരു കാര്യമുണ്ട്. എഫ് ഓഫ് എക്സ് 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. 2 ഇൻറ്റു നോക്കിക്കേ, 2 ഇൻറ്റു എന്നല്ലേടാ? ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ എന്ത് വന്നു നമുക്ക്? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a. കണ്ടോ? a എന്തായിരിക്കും? -a to +a, -2 to +2. അതാണ് -2ഉം +2 ആണ്, -aയും +aയും. നമുക്ക് വേണ്ടത് 2 ഇൻറ്റു 0 to a. അപ്പോൾ 2 ഇൻറ്റു 0 to aക്ക് പകരം 2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്താ? 2 ഇൻറ്റു 0 to 2. എഫ് ഓഫ് എക്സിന് പകരം x² + 4
സോറി എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? നമുക്ക് ആദ്യം ഇൻ്റഗ്രേഷൻ ഒഴിവാക്കി ചെയ്യാം. 2 ഇൻറ്റു എക്സ് റേസ് ടു 4 ഡി എക്സിൻ്റെ എന്താ? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 എക്സ് റേസ് ടു 5 ബൈ 5 പ്ലസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ്. 1 ഡി എക്സിന് എന്താണ്? എക്സ് ആണ്. ഡൗട്ട് ഉണ്ടോടാ? ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 2 ഇൻറ്റു എക്സ് റേസ് ടു 5 ബൈ 5 പ്ലസ് എക്സ് എന്ന് വന്നു. ഇനി എന്ത് വേണം? നമുക്ക് ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് എവിടെയാണ്? -2 ടു +2 ആണോ? ഇവിടെ വരെ വന്നിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ടാ ലിമിറ്റ് ഇനി -2 ടു 2 അങ്ങ് കൊടുക്കാം, നേരത്തെ ചെയ്ത പോലെ. അങ്ങനെ കൊടുക്കരുതേ. നമുക്ക് ഇവിടെ വെച്ച് കിട്ടിയതാണ്. എന്താണ്? -2 ടു 2 എന്നുള്ളത് ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് 2 ഇൻറ്റു 0 to എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയതാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കരുത്. അപ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 5 ബൈ 5 പ്ലസ് എക്സ്. ഓക്കെ, 2 ഇൻറ്റു എക്സ് റേസ് ടു 5 അല്ലെ, 0 to 2 ആണേ. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്തു. 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്ത് വരും? 2 റേസ് ടു 5 ബൈ 5 പ്ലസ് എക്സിന് പകരം 2 മൈനസ് ലോവർ ലിമിറ്റ് എന്താ? 0 അല്ലേ? 0 ആണ്. ഓക്കെ, അപ്പോൾ അത് വേണ്ട. 2 ഇൻറ്റു 2 റേസ് ടു 5 എന്താടാ? 2 റേസ് ടു 5 32 ആണേ. ചെയ്ത് നോക്കണേ. 32 ബൈ 5 പ്ലസ് 2. 2 ഇൻറ്റു ക്രോസ് ചെയ്തേ. 32 പ്ലസ് 10 എത്താണ്? 42 ബൈ 5 അല്ലേ? അപ്പോൾ 42 ഇൻറ്റു 2 84 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. സോ നമുക്ക് എത്ര ആൻസർ വരുന്നത്? 84 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് തന്നിരിക്കുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തു. ഇൻ്റഗ്രൽ -a to a f of x dxന് പകരം 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a f of x കൊടുത്തു. സോൾവ് ചെയ്തു, കണ്ടുപിടിച്ചു. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.